വിദ്യാർത്ഥികളുമായി എത്തിയ സ്കൂൾ ബസിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ നെറ്റിമേടിനും കുറ്റിയാർ വലിക്കും ഇടയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, കുട്ടികളൊക്കെ ആകെ ഭയപ്പെട്ട് കാണുമല്ലോ അല്ലേ? ലക്ഷ്മി, തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. കുട്ടികൾ വല്ലാതെ ഭയപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാറിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂൾ ബസിന് നേരെയാണ് ഈ പടയപ്പ പാഞ്ഞെടുക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് നെറ്റിമേടിനും കുറ്റിയാർ വാലിക്കും ഇടയിൽ വെച്ചാണ്. ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് ഇറക്കുന്നതിനായി സ്കൂൾ ബസ് പോയപ്പോഴാണ് ഈ പടയപ്പ ഒരു വളവിന് നിൽക്കുന്നതായി മനസ്സിലാക്കുകയും അവിടെ നിന്ന് സൈഡിലേക്ക് മാറിയപ്പോൾ ഈ കാട്ടാന സൈഡിലേക്ക് മാറിയപ്പോൾ ബസ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഈ പടയപ്പ വീണ്ടും തിരിച്ച് ബസ്സിന് നേരെ വരികയായിരുന്നു. കുട്ടികൾ വലിയ ഭയത്തോടെ ബഹളം വെക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു ബൈക്ക് യാത്രികൻ പടയപ്പയുടെ മുമ്പിൽ നിന്ന് താഴ്ന്നാലേക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കാട്ടാന ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ബൈക്കിട്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവർ സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് ബസ് പിന്നോട്ടേക്ക് എടുക്കുകയായിരുന്നു. കാട്ടാന പാഞ്ഞെടുത്തപ്പോൾ ബസ് പിന്നോട്ടേക്ക് എടുത്തു മാറിയപ്പോഴാണ് കാട്ടാന പിന്നീട് അവിടെ നിലയുറപ്പിച്ചത്. ഏതാണ്ട് അരമണിക്കൂറോളം നിലയുറപ്പിച്ച ശേഷമാണ് പടയപ്പ അവിടെ നിന്ന് മാറിയത്. അതിനുശേഷമാണ് സ്കൂൾ കുട്ടികളുമായി ഈ സ്കൂൾ ബസ്സിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ലക്ഷ്മി. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.